ഇന്നലെ രാഹുൽ ഗാന്ധി ഓടിച്ചോരി ആരോപണമൊക്കെ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ബി ഗോപാലകൃഷ്ണന്റെ വീഡിയോ കൂടി അവിടെ പ്രദർശിപ്പിച്ചിരുന്നു, അല്ലെ? അതും കൂടി കാണിച്ചിരുന്നു. ഇപ്പോ ഈ ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് ബി ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ സഹതാപം മാത്രം, രാഹുലിന്റെ ആരോപണങ്ങളോട് പറയാനുള്ളത് നോ കമന്റ്സ് എന്ന് മാത്രമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. നമുക്ക് ഗോപാലകൃഷ്ണൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആ രണ്ട് പ്രതികരണവും കേൾക്കാം. അതിനകത്ത് യാതൊരു സംശയവുമില്ല, ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് സ്ക്രീൻ വേണം കാണിക്കല്ലോ, രാഷ്ട്രീയക്കാരല്ലേ? രാജ്യം മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കമന്റ്സ് കഴിഞ്ഞു. സേതു ശരിക്കും യഥാർത്ഥത്തിൽ ഒരു വീരവാദം മുഴക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ട നിലയിലേക്ക് എത്തുകയും ചെയ്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണന്റെ സാഹചര്യം. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വത്തിലെ പ്രധാന നേതാക്കളും രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളോട്, ബി ഗോപാലകൃഷ്ണനെ ബന്ധപ്പെടുത്തി കൊണ്ടുവന്ന ആരോപണങ്ങളോട് പ്രതികരിക്കേണ്ട എന്നുള്ളൊരു നിലപാടാണ് ശരിക്കും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം ബി ഗോപാലകൃഷ്ണന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് അദ്ദേഹം തീർത്തും വെട്ടിലായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമാണെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. ബിഗ് സ്ക്രീനിലോ ഏത് സ്ക്രീനിലോ വേണമെങ്കിലും കാണിക്കട്ടെ എന്നും പരിഹാസത്തോടു കൂടി പറയുന്നു. ആരോപണങ്ങളോട് നോ കമന്റ്സ് എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വലിയ വീരവാദത്തോടുകൂടി ആ കാര്യം അന്ന് പറഞ്ഞപ്പോൾ ഇതിന് പിന്നിൽ മറ്റൊരു ഘട്ടത്തിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആവേശത്തോടുകൂടിയാണ് തൃശ്ശൂരിലെ വോട്ടുചോരി അടക്കം ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളോടക്കം അന്ന് അദ്ദേഹം പ്രതികരിച്ചതെങ്കിൽ ഇന്ന് വീണ്ടും രാഹുൽ ഗാന്ധി ഈ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾ ഓരോന്നായി എണ്ണി ചൂണ്ടിക്കാണിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ബൈറ്റും അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ബൈറ്റ് കൂടി ഉൾപ്പെടുത്തി അതിനുശേഷം അതിനോട് പ്രതികരിക്കാൻ ഇദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. വോട്ടുചോരിയെ പൂർണ്ണമായും ബി.ജെ.പി. അവഗണിക്കുമ്പോൾ ഗോപാലകൃഷ്ണന്റെ വായിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു മറുപടി ഉണ്ടായി അത് കുഴപ്പത്തിലാക്കണ്ട എന്നുള്ളൊരു നിലപാടിലേക്കാണ് ബി.ജെ.പിയുടെ ലെവിൻ.